بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد قال رسول الله صلى الله عليه وسلم الشهادة 7 سوى القتل في سبيل الله المطعون شهيد والغريق شهيد وصاحب ذات الجنب شهيد والمبطون شهيد وصاحب الحريق شهيد والذي يموت تحت الهدم شهيد വൽമർഅതു തമൂതു ബിജുംഇൻ ഷഹീദ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 വിഭാഗം ശുഹദാക്കളെ പരിചയപ്പെടുത്തുന്നു. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ജീവാർപ്പണം നടത്തുകയും ചെയ്ത ശുഹദാക്കളല്ലാത്തവർ അവരെന്തായാലും വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളായിട്ടുള്ള ആളുകൾ അവർ അള്ളാഹിന്റെ അടുക്കൽ ഹയാത്തുള്ളവരാണ്. അവർ സ്വയം സമർപ്പിതരായതുകൊണ്ടാണ് അവർക്ക് അത്രയും ശ്രേഷ്ഠതയും പദവിയും കിട്ടിയത്. 2 വിഭാഗങ്ങളായിട്ട് നമ്മൾ ഇവരെ മനസ്സിലാക്കണം. പ്രതിഫലത്തിലും കർമ്മത്തിലും വ്യത്യസ്തത ഉണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പോരാടുന്ന സമയത്ത് സ്വന്തം ബന്ധങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ദീനിന് അവരേറ്റവും മുൻതൂക്കം കൊടുക്കുകയും ആ മാർഗത്തിൽ അവർ ഷഹീദാവുകയും ചെയ്തപ്പോൾ സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിത പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് അവർക്ക് അത്രയും വലിയ ശ്രേഷ്ഠത കിട്ടിയത്. അതേസമയത്ത് മറ്റു വിഭാഗം ശുഹദാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പ്ലേഗ് രോഗം കൊണ്ട് മരണപ്പെട്ടവരും മുങ്ങിമരിച്ചവരും ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം മരണപ്പെട്ടവരും ഉദര രോഗം കൊണ്ട് മരണപ്പെട്ടവരും തീപ്പൊള്ളലേറ്റ് മരണപ്പെട്ടവരും കെട്ടിടം തകർന്നു വീണ് അതിനിടയിൽപ്പെട്ട് മരണപ്പെട്ടു പോയവരും പ്രസവാനുബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് അതിൽ മരണപ്പെട്ടു പോയ പെണ്ണും ഇവരെല്ലാവരും ശുഹദാക്കളിൽപ്പെട്ടവരാണെന്ന്. ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബലായിൽ പരീക്ഷണത്തിൽ അതല്ലെങ്കിൽ ആ ഒരു മുസീബത്തിൽ ആയി മരണപ്പെട്ടത് കൊണ്ടാണ് അവരെ ശുഹദാക്കളെന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ജീവിക്കുകയും ദീനിനു വേണ്ടി പോരാടുകയും ചെയ്ത് സമർപ്പിതരായിട്ട് മരണപ്പെട്ടു പോയവരാണ് ആ ശുഹദാക്കൾ. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ഭാഗവാക്കായിട്ട് അങ്ങനെ മരണപ്പെട്ടു പോയവരാണ്. ചില സഹോദരിമാരൊക്കെ പ്രസവാനുബന്ധമായിട്ട് ഓപ്പറേഷനിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മരണപ്പെട്ടു പോയവരുണ്ടാകും. അതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരോടും രോഗം പിടിച്ച് മരണപ്പെട്ടു പോയവരുടെ വിഷയത്തിൽ സങ്കടപ്പെടുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഈ സന്ദേശം അവരുടെ മഗ്ഫിറത്ത് ഇതിലൂടെ തന്നെ ലഭ്യമാകുമെന്നുള്ളതാണ്. ചെറിയൊരു പനി തന്നെ മനുഷ്യൻ്റെ ദോഷം പൊറുപ്പിക്കാൻ, ആ പനിയുടെ പേരിൽ അവൻ ക്ഷമിക്കുന്നതിൻ്റെ പേരിൽ ദോഷം പൊറുപ്പിക്കാൻ അതൊരു കാരണമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഈ പറയപ്പെട്ട രൂപത്തിൽ മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് പ്രധാനപ്പെട്ട കാരണമാകും. അല്ലാഹു തആല ഇങ്ങനെ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി പ്രിയപ്പെട്ട വയനാട്ടിലും അനുബന്ധ സ്ഥലങ്ങളിലും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഷഹാദത്തിന്റെ പ്രതിഫലവും നൽകുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല കാമിലായ ഈമാനോടെ തഖ്വയോടെയുള്ള മരണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ പൊരുത്തപ്പെടുന്ന ഖബൂലിയത്തുള്ള അമല് കൊണ്ടുള്ള തൗഫീഖും ജീവിത വിശുദ്ധിയും തന്ന് ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഖൈറായ കലിമത്തും ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാൻ അല്ലാഹു തആല നമുക്കും തൗഫീഖ് തരട്ടെ.